ഈ മാട്രിമോണി രംഗത്ത് വന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞേട്ടെ നിങ്ങളോട്. അതിൻ്റെ മുമ്പ് എല്ലാവരും വോട്ട് ചെയ്തോ? നമ്മൾ രാവിലെ തന്നെ പോയി വോട്ടൊക്കെ ചെയ്ത് വന്നതാണ് കേട്ടോ. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് ഇതാ വണ്ടിയിലിരിക്കുകയാണ്. നമ്മളെ ചാനൽ വഴി നടന്നൊരു കല്യാണം ഇന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ 45 വയസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കൽ വേണ്ടത് 30 വയസ്സല്ലേ 35 വയസ്സുള്ള പെണ്ണുങ്ങളാണ്. ഈ 30 വയസ്സല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീക്ക് വേണ്ടതാണെങ്കിൽ 40 വയസ്സ് അല്ലെ 37 വയസ്സുള്ള 35ഉള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടത് 37 വയസ്സ് അല്ലെ 38 വയസ്സ്, ഇല്ലെങ്കിൽ 35-നേക്കാട്ടും കുറവുള്ളത് 40ൻ്റെ മുകളിൽ പോകാൻ പറ്റൂല. മാക്സിമം ഒരു 5 വയസ്സ് പോലും പിന്നെ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ആണുങ്ങളും ഇങ്ങനെ പെണ്ണുങ്ങളും ഇങ്ങനെ. പിന്നെ എങ്ങനെയാണ് ഈ കല്യാണങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസമൊന്നും വേണ്ട. ഒരു 5 വയസ്സ് എന്നുള്ള 5ഉം 6ഉം അല്ലേ, ഒരു 6 വയസ്സൊക്കെ വ്യത്യാസത്തിൽ നിൽക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഒന്നെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ സെയിം ഏജും നമ്മളെക്കാട്ടും പ്രായം കുറഞ്ഞ ആൾക്കാരെയും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം അതൊന്നും തെറ്റൊന്നുമില്ല. ഓരോരുത്തർ ഇഷ്ടം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഒരു വയസ്സുള്ള എത്ര ഏജ് ഗ്രൂപ്പിലുള്ളവരും കല്യാണം ഇതൊക്കെ ആക്കാം. പക്ഷേങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ഏജിൻ്റെ കാര്യത്തിൽ ഭയങ്കര കടുംപിടുത്താണ് കേട്ടോ. ആണുങ്ങളും അതെ പെണ്ണുങ്ങളും അതെ, രണ്ടാളും. ഇപ്പം കുറച്ചൊരു വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നാൽ നമ്മളിതൊരു ലൈഫ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഡിവോഴ്സ് ആവേണ്ടി വന്ന് ഇനിയൊരു മാരേജ് നോക്കുമ്പോൾ നമ്മൾ 1-2 വയസ്സിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളെ അവർ സ്നേഹിക്കുകയോ നമ്മളെ കെയർ ചെയ്യുകയോ നമ്മളെങ്ങോട്ട് കറങ്ങാൻ പോവോ നമ്മളെ നല്ല രീതിയിൽ അതൊക്കെ അല്ലേ നോക്കണ്ടേ. 1-2 വയസ്സിൽ എന്തിരിക്കുന്നത് അല്ലേ പറയണമെന്ന് തോന്നി. കാരണം ഓരോ ആൾക്കാരെയും ഈയൊരു ഇത് കാണുമ്പോൾ ഒരു വിഷമോ, വേറെ കല്യാണങ്ങൾ നടക്കണ്ടേ, ഇത് കണക്റ്റ് ആവണ്ടേ. എന്തെന്നാ പിന്നെ ബ്രോക്കർമാർ ഇപ്പം എന്തെന്നാ ചെയ്യുക? അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഭാര്യ ഉള്ള ഒരാളുടെ ഇങ്ങനെ കല്യാണം നോക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ കോണ്ടാക്ട് ചെയ്തത് എത്രത്തോളം സ്ത്രീകളാണെന്നറിയോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഭർത്താവ് മരിച്ചിട്ട് മക്കളുള്ള ആൾക്കാരെ സ്വീകരിക്കാൻ പലർക്കും മടി. മക്കൾ വേണ്ട, ബാധ്യത വേണ്ട. ഞാൻ പറയുന്നത് മക്കളുണ്ടെങ്കിൽ എന്താണ്, മക്കളുണ്ടെങ്കിൽ നമുക്കൊരു 2 മക്കളും കൂടി ആയില്ല എന്ന് ചിന്തിച്ചിട്ട് അതിലെന്താ ഇപ്പോൾ തെറ്റ്? നാളെ നമ്മൾ വീണ് കിടക്കും, ആരാണ് നമ്മളെ സഹായിക്കുമെന്ന് പറയാൻ പറ്റുമോ? നമ്മളവിടെ കമ്മിറ്റ്മെൻ്റ് ഉള്ള 2 ആളെയും കൂടി കിട്ടിയെന്നല്ലേ നമുക്ക് അങ്ങ് വിചാരിച്ചാൽ എന്താ? പിന്നെ ബാധ്യത എന്ന് പറഞ്ഞാൽ എന്തെന്നായി മാത്രം ആൺകുട്ടികൾ എന്തെന്നായി ബാധ്യത ഒക്കെ ഉണ്ടാവുക. ഓല് വലുതാ ഓരോ കാര്യം നോക്കി അങ്ങ് പോകില്ലേ അല്ലെ. മീൻസ് ഇപ്പം പെൺകുട്ടികൾ അന്ന് കല്യാണം കഴിച്ചു, ഇന്ന് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ എന്തെന്നാ വലിയ ചിലവൊക്കെ. പണ്ടത്തെ പോലെ ഇന്ന് സ്ത്രീധനം കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ കെട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ റെഡിയാണ്. ചിലവ് വരെ ഞങ്ങൾ എടുക്കാമെന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടം. കാരണം നല്ല പെൺകുട്ടികൾ കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊന്നും കുട്ടികളുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഇപ്പം നോക്കുന്ന പുരുഷന് 2 കുട്ടികളുണ്ടാവും, പക്ഷേ സ്ത്രീക്ക് കുട്ടികളുണ്ടാവാൻ പാടില്ല. അതെന്താ? നിങ്ങളെ കുട്ടികളെ ഓല് സ്വന്തം മക്കളെ പോലെ നോക്കും, മോലെ കുട്ടികൾ നിങ്ങൾക്ക് മക്കളെ പോലെ നോക്കിക്കൂടെ? അതുപോലെ തിരിച്ച് പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടാവും, പക്ഷെ ആണുങ്ങൾക്ക് മക്കളുണ്ടാകാൻ പാടില്ല. പെണ്ണുങ്ങളോടും പറയാനുള്ള എന്താ, നിങ്ങളെ മക്കളെ പോലെ ഓലെയും കാണുക. അതിനിപ്പോൾ എന്തെന്നാ പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം അങ്ങനെയൊന്നും അതൊന്നും ഇല്ല. നമ്മൾ നോക്കുക, മക്കളുള്ളതിനൊന്നും വിഷയമല്ല. നിങ്ങൾ കുറച്ചും കൂടെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കുവാനും ആയി എന്ന് വിചാരിക്കുക. സ്വന്തം ഒരു ഉപ്പാൻ്റെ സ്നേഹം കിട്ടാത്ത മക്കളായിരിക്കും ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ പാട് ഭർത്താവ് മരിച്ചോ ഡിവോഴ്സ് ആയതോ ആയ. സ്വന്തം ഉപ്പാനെ പോലെ കണ്ട് അങ്ങ് സ്നേഹിക്കുമല്ലേ. അതുപോലെ തന്നെ തിരിച്ചു ഉമ്മാൻ്റെ സ്നേഹം കിട്ടാത്ത മക്കളുണ്ടാവും, ഓല് തിരിച്ചു അങ്ങനെ സ്നേഹിക്കൂ. നമ്മളും ആത്മാർത്ഥമായിട്ട് നിന്നാൽ മതി. എൻ്റെ മക്കളാണ് ഓലേക്കാട്ടോ സ്നേഹം എന്ന് പറയാണ്ട് കുറച്ചൊക്കെ മാനസിക പരിഗണനയോടെ വിട്ടുവീഴ്ചയായിട്ട് നിന്നാൽ എത്രയോ ആൾക്കാരെ കല്യാണം അങ്ങ് നടന്നു പോകും. ഇതിപ്പോൾ എത്ര ആൾക്കാരാണെന്നോ കല്യാണം നടക്കാണ്ട് നമ്മൾ എണ്ണി കണക്ക് പറയേണ്ടി വരും. ഇത്രയും ആൾക്കാർ ഇവരെല്ലാം തെറ്റായ രീതിയിലും വൈവേച്ചും പോയാലുണ്ടല്ലോ നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ ഓരോരുത്തരും ഉത്തരവാദിയാണ്. അതേപോലെ തന്നെയാണ് മറ്റ് മതത്തിലുള്ള ആൾക്കാർ. ഹിന്ദുസിലാണെങ്കിലും ഡിവോഴ്സ് ആകുമ്പോൾ കല്യാണത്തിലേക്ക് സ്ത്രീകൾ വരുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതും, രണ്ടാമതൊരു വിവാഹം തീർച്ചയായിട്ടും ഹിന്ദു സ്ത്രീകൾ മുമ്പോട്ട് വരണം. നമ്മളെടുത്ത് ഇപ്പോൾ 1-2 കേസ് വന്നുകൊണ്ട് ഓലിക്കൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹിന്ദു സ്ത്രീകളും ക്രിസ്ത്യൻ സ്ത്രീകളൊക്കെ മുമ്പോട്ട് വരണം കേട്ടോ. നമ്മൾ ഈ ബ്രോക്കർ ബ്രോ എന്നുള്ള ഇതും ഈ ബ്രോക്കറായ ഞാനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ഉള്ളതല്ല, മുസ്ലിംസിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരോടും പറയാനുള്ളത്, ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. കടുംപിടുത്തം പിടിക്കല്ല, സ്നേഹമാണ് ഏറ്റവും വലുത്. ബാക്കിയെല്ലാം പിന്നെയാണോ. നിങ്ങൾക്ക്
ഡിവോഴ്സ് ആയിട്ട് എനിക്കിതൊന്നും മനസ്സിലാക്കില്ലേ. നമ്മൾ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്ത് തേങ്ങ ഉണ്ടായിട്ടുണ്ടാ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത് അല്ലേ. കാര്യം വരുമ്പോൾ സ്നേഹത്തോടെ എടുക്കാന്ന് വിചാരിച്ചു ഒരു ഗ്ലാസ് കട്ടൻ ചായ തരുവാനും നമ്മളെ സ്നേഹമായിട്ടൊന്ന് നമ്മളോട് സംസാരിക്കാനും തയ്യാറല്ലാത്ത ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമുണ്ടോ? എന്ത് കാര്യമോ? അങ്ങനെയുള്ള എത്രയോ ആൾക്കാരില്ലേ 2 റൂം കഴിയുന്നവർ. ഭയങ്കര ലോകസുന്ദരിനെ കല്യാണം കഴിക്കാന്നല്ല, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ രാജാവായിട്ടാണ്, നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്ന, അതുപോലെ നമ്മളും അവരെ ഒരു രാജ്ഞീനെ പോലെ കണ്ട് അങ്ങനെ ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ നോക്ക്. അതിന് നമ്മളിവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ വിട്ടുവീഴ്ചയൊക്കെ തയ്യാറായി. നിങ്ങൾ ഇനിയും ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഇരു കൂട്ടർ ഇങ്ങനെ ആയിപ്പോളൂ. എത്ര സ്ത്രീകളാണ് പഠിച്ചവനെ ഇങ്ങനെ നമ്മളെ. ഒരിക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂല മക്കളുള്ളത് കൊണ്ട്. ഒരിക്കൽ സ്വന്തം വീട് കാര്യമൊക്കെ ഉണ്ടോ, അങ്ങോട്ട് പോയി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഡിവോഴ്സായി ഭാര്യ കേസെല്ലാം കൊടുത്ത് വീടെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെയെല്ലാം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയും. അങ്ങോട്ട് 45 മുതൽ 55 വയസ്സ് വരെയുള്ള ആണുങ്ങളെല്ലാം ഇത് എവിടെ പോയി നിൽക്കുക. എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? ഇല്ല റെഡിയാവുക. അങ്ങനെയുള്ളതെല്ലാം ബന്ധപ്പെട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേ.